ഡോക്ടർ ശ്യാംലാൽ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നാൽ തലച്ചോറിലെ രക്തധമനികൾക്കുണ്ടാകുന്ന തകരാറിൻ്റെ പാർട്ടായി തലച്ചോറിനുണ്ടാകുന്ന പ്രവർത്തന തകരാറിനെയാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത്. സ്ട്രോക്ക് പ്രധാനമായും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന്, തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് അടവ് അഥവാ ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്ന സ്ട്രോക്ക്, അതിനെ നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. ഒരു 80-85% സ്ട്രോക്കും ഇഷ്കീമിക് സ്ട്രോക്കാണ്. ബാക്കി ഒരു 10 മുതൽ 15% സ്ട്രോക്ക് തലച്ചോറിലെ രക്തധമനികൾ പൊട്ടുന്നതിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സ്ട്രോക്ക് നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണ്? ഇതാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ളവർക്കോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ രോഗിയെ പക്ഷാഘാതം ചികിത്സിക്കുന്നതിന് ഫെസിലിറ്റിയുള്ള സ്ട്രോക്ക് സെൻറ്റേഴ്സിൽ എത്തിക്കണം. ബിക്കോസ് ടൈം ഈസ് ബ്രെയിൻ. ഈ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തധമനികൾക്ക് ബ്ലോക്ക് ഉണ്ടായാൽ ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് ന്യൂറോൺസ് അഥവാ നാഡീകോശങ്ങളാണ് നശിച്ചു പോകുന്നത്. അപ്പം നമ്മൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ രോഗിയെ നമ്മൾ സ്ട്രോക്ക് ചികിത്സയ്ക്കായിട്ട് പക്ഷാഘാതം ചികിത്സിക്കുന്നതിന് ഫെസിലിറ്റിയുള്ള സെൻറ്റേഴ്സിലേക്ക് എത്തിക്കണം. പ്രധാനമായിട്ടും പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്ന ഒരു ന്യൂമോണിക്കാണ് BFAST. BFAST എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോവുക, ഐസൈറ്റ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ വായുടെ ഒരു സൈഡ് കൂടിപ്പോവുക, കൈക്കോ കാലിനോ ഉണ്ടാകുന്ന ബലക്കുറവ്, സംസാരത്തിനുണ്ടാകുന്ന തകരാറ്. ദാറ്റ് ഈസ് ടൈം ടു ആക്ട്. ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് രോഗിയെ നമ്മൾ സ്ട്രോക്കിൻ്റെ ചികിത്സയ്ക്കായിട്ട് എത്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയെ ഈ സ്ട്രോക്ക് ചികിത്സിക്കുന്നതിന് ഫെസിലിറ്റിയുള്ള സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിച്ചാൽ ഉടനെ തന്നെ അവരവിടെ ഒരു സ്ട്രോക്ക് കോഡ് അനൗൺസ് ചെയ്യും. സ്ട്രോക്ക് കോഡ് എന്ന് പറഞ്ഞാൽ അതൊരു എമർജൻസി പ്രോട്ടോകോൾ ടു ബി ഫോളോഡ് എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രോക്ക് ഒരു പക്ഷാഘാതമായ ഒരു രോഗി വന്നാൽ ആ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോക്കോളാണ് സ്ട്രോക്ക് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രോഗി വന്നാൽ ഉടനെ തന്നെ രോഗിയുടെ, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് പെട്ടെന്നൊരു സൈഡിൽ സ്തംഭിച്ചു വാക്കോടി പോയിട്ടാണ് ആ രോഗി എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ രോഗിക്കുള്ള പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയും അതിനൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, NIHS സ്കോർ എന്ന് പറയും. ആ സ്കോർ നോക്കുകയും ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ എടുക്കും, MRI സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ, രക്തക്കുഴലുകളുടെയും സ്കാൻ എടുക്കും. അതേപോലെ ആ ബ്രെയിനിൽ എവിടെയാണ് രക്തം കട്ട പിടിച്ചിരിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ രക്തക്കട്ട അലിയിച്ച് കളയുന്നതിനുള്ള ഇഞ്ചക്ഷൻസ് 4.5 മണിക്കൂറിനുള്ളിലാണ് രോഗി വന്നതെങ്കിൽ നമ്മൾക്ക് IV ആയിട്ട് കൊടുത്ത് ആ രക്തക്കട്ട അലിയിച്ച് കളയാൻ പറ്റും. അപ്പം 4.5 മണിക്കൂറിന് ശേഷമാണ് 6 മണിക്കൂർ വരെ, അല്ലെങ്കിൽ ചില പ്രത്യേക രോഗികളിൽ 24 മണിക്കൂർ വരെ നമുക്ക് ആ രക്തക്കട്ട ഒരു കത്തീറ്റർ ഉപയോഗിച്ച് തുടയിടക്കിലൂടെയുള്ള രക്തക്കുഴലുകളിലൂടെ ഒരു കത്തീറ്റർ ഉപയോഗിച്ച് തലച്ചോറിലെത്തി ആ രക്തക്കട്ടകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഈ സ്ട്രോക്കിൻ്റെ ചികിത്സ ഇത് കണക്ക് ത്രോംബോലൈസിസും മെക്കാനിക്കൽ ത്രോംബെക്ടമിയൊക്കെ വന്നിട്ട് ഉദ്ദേശം ഒരു 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് ഈ രക്തക്കട്ട നീക്കം ചെയ്താൽ രോഗിക്കുള്ള ബുദ്ധിമുട്ടിൽ നല്ല രീതിയിൽ ശമനം വരുത്തുന്നതിന് നമുക്ക് സാധിക്കും. അതുകൊണ്ട് സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ രക്തക്കട്ട അലിയിക്കുന്നതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ രക്തക്കട്ട തലച്ചോറിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി, അതൊരു കാത്ത് സഹായത്തോടെ കത്തീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സ്ട്രോക്ക് ഉണ്ടാകുന്ന എല്ലാ രോഗികൾക്കും അക്യൂട്ട് എമർജൻസി ആയിട്ട് നൽകേണ്ടതാണ്. ചില രോഗികൾക്ക് രക്തക്കട്ട അലിയിക്കുന്നതിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷവും നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്ടമിയുടെ ആവശ്യം വേണ്ടി വരാറുണ്ട്. വലിയ രക്തക്കുഴലുകളിലാണ് ബ്ലോക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് വേണ്ടി വരാറുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് പ്രൊസീജിയർ കഴിഞ്ഞാൽ രോഗിയെ നമ്മൾ പ്രത്യേകിച്ച് സ്ട്രോക്ക് യൂണിറ്റുകളിലാണ് ചികിത്സ കൊടുക്കുന്നത്. അതായത് ആ രോഗിക്ക് സ്ട്രോക്ക് ചികിത്സിക്കുന്നതിന് വൈദഗ്ധ്യം നേടിയിട്ടുള്ള സിസ്റ്റേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അങ്ങനെ ഒരുപാട് സോളോയിങ് തെറാപ്പിസ്റ്റ്, ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീം, ആ ടീമാണ് അവർക്ക് വേണ്ട കെയർ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ടീം അത് കെയർ ചെയ്യുമ്പം അവരുടെ റിക്കവറി പോസിബിലിറ്റിയും ആ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള സ്ട്രോക്കിന് ശേഷമുള്ള ഇമ്പ്രൂവ്മെൻറ്റും വളരെ വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്
ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ: സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. 2, അത് ഒരു പൊട്ടൻഷ്യലി ട്രീറ്റബിൾ ഡിസീസാണ്. ടൈം എന്ന് പറയുന്നത് ബ്രെയിനാണ്. അതായത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് രോഗിയെ പക്ഷാഘാതം ചികിത്സിക്കുന്നതിന് ഫെസിലിറ്റിയുള്ള അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻറ്റേഴ്സ് എന്നാണ് അതിനിപ്പോൾ പറയുന്നത്. അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻറ്റേഴ്സിൽ രോഗിയെ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീടിനടുത്തുള്ള അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻറ്റേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ ഫോൺ നമ്പർ നമ്മളുടെ ഫോണിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യം.